ഹലോ ഫ്രണ്ട്സ്, ആർ ജെ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ജിലേബി എങ്ങനെ തയ്യാറാക്കാം എന്നാണ്. ഇതിന് ആവശ്യമായ ചേരുവകൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3/4 കപ്പ് ഉഴുന്നാണ്. ഇത് 3 പ്രാവശ്യം കഴുകി ഒരു 2 മണിക്കൂർ കുതിർത്താൻ വെക്കണം. 2 മണിക്കൂറിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വെള്ളം എടുത്തിരിക്കുന്നത് 5 ടേബിൾ സ്പൂണാണ്. കൂടുതൽ വെള്ളമായാൽ നമ്മുടെ മാവ് ലൂസായി പോവും. അതുകൊണ്ടാണ് 5 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുന്നത്. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അതേ നിങ്ങൾ കൺസിസ്റ്റൻസി ഒന്ന് നോക്കി, നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനത്തെ പരിവമായിരിക്കണം നമ്മുടെ ജിലേബി ബാറ്റർ. ഇനി നമുക്ക് ജിലേബിക്ക് വേണ്ടിയുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. 1/2 കപ്പ് ഷുഗറിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്കിത് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ ഷുഗർ സിറപ്പിൻ്റെ കൺസിസ്റ്റൻസി നൂൽപ്പരുവത്തിൻ്റെ തൊട്ട് മുമ്പുള്ള പാകമാണ്. അങ്ങനെ നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ തീ കുറച്ച ശേഷം കൺസിസ്റ്റൻസി ആവുന്നതുവരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് നന്നായിട്ടൊരു സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി നോക്കാം. ഇപ്പം നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് ഒരു ചെറിയ സ്പൂൺ എടുത്തുകൊണ്ട് ഒന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡിയായി. ഇനി ഇത് നമുക്ക് തണുക്കാനായി മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ബാറ്ററിൽ ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ജിലേബിക്ക് നല്ല സോഫ്റ്റ് ആവുന്നതിന് വേണ്ടിയാണ്, സോഫ്റ്റും ക്രിസ്പിനെസ് ആവുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ് ഇതേപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു ഡ്രോപ്സ് യെല്ലോ ഫുഡ് കളറാണ് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്കാണ് ഈ ബാറ്റർ നിറക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഇല്ല എങ്കിൽ നമ്മൾ പാല് വാങ്ങുന്ന കവറാണെങ്കിലും എടുത്താൽ മതി. അതിൻ്റെ സൈഡൊന്ന് പൊട്ടിച്ച ശേഷം ഉപയോഗിക്കാം. ഇത് ടിപ്പൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. നമുക്ക് തിളച്ച എണ്ണയിലേക്ക് നമുക്ക് ജിലേബി ഉണ്ടാക്കാൻ തുടങ്ങാം. എൻ്റെ ജിലേബിക്ക് വലിയ ഷേപ്പൊന്നുമില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ടേസ്റ്റ് വൈസ് നല്ല സൂപ്പർ ടേസ്റ്റി ജിലേബിയാണ്. അങ്ങനെ ഒരു വശം ജിലേബി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് തിരിച്ചിടാം. ഇതിവിടെ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഷുഗർ സിറപ്പിലേക്ക് ഇടാം. ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് തിരിച്ചു മറിച്ചൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതും ഇതേപോലെ ചെയ്തെടുക്കാം. ഞാൻ ഫുഡ് കളറും വളരെ ലൈറ്റായിട്ട് മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതിൻ്റെ താല്പര്യമനുസരിച്ച് കളർ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. 5 മിനിറ്റിന് ശേഷം നമ്മൾ ഷുഗർ സിറപ്പിൽ നിന്ന് ജിലേബി മാറ്റി അടുത്തത് ഇടാം.
നമുക്കിതെടുത്ത് ഷുഗർ സിറപ്പിലേക്ക് ഇടാം. ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് 5 മിനിറ്റ് ഇങ്ങനെ കിടന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. ഇനി ഒരെണ്ണം കൂടി ഇതേപോലെ ചെയ്തെടുക്കാം. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്യണേ. നിങ്ങൾ എപ്പോഴെപ്പോഴും കഴിക്കാൻ തോന്നും ഈ ജിലേബി. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നമ്മൾ സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കുന്നതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഷേപ്പൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട, ടേസ്റ്റ് വൈസ് നോക്കിയാൽ മതി. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യണേ, നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റ് രൂപത്തിൽ അറിയിക്കണേ. അങ്ങനെ നമുക്ക് ജിലേബി ഒരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം. താങ്ക് യു.